വാട്സ്ആപ്പ് യൂട്യൂബ് ഹായ് ആകാശ് എംഎസ് പിന്നെ ചാനലിലേക്ക് വെൽക്കം ചെയ്യുന്നതിന് മുമ്പ് മലയാളക്കരയിലെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ ഹൂം വിത്ത് മീ. വിഷു സ്പെഷ്യൽ എപ്പിസോഡിലേക്കാണ് ഇന്ന് നിങ്ങളെ ഞാൻ വെൽക്കം ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറയുന്നത് ചെസ്റ്റ് വർക്കൗട്ടിൻ്റെ എപ്പിസോഡാണ്. അത് ഞാനൊരു വിഷു സ്പെഷ്യൽ എപ്പിസോഡായിട്ടാണ് ചെയ്യുന്നത്. കാര്യം ഞാൻ എന്ത് വെറൈറ്റി കൊണ്ടുവരാം, ഇന്ന് വിഷുവായിട്ട് എന്ത് വെറൈറ്റി ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്ന് എനിക്കൊരു ഐഡിയ സ്ട്രൈക്ക് ചെയ്തത്. അതാണ് ഈ ഒരു മേക്ക് ഓവറും ഈ ഒരു അറേഞ്ച്മെൻറ്റ്സൊക്കെ. അപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നുണ്ടായിരിക്കും, ഇവനെന്താ തലയ്ക്ക് വല്ല ഓണം തുടങ്ങിയോ, ഇങ്ങനെയൊക്കെ പരിപാടി കാണിക്കുന്നു, വർക്കൗട്ടൊക്കെ എങ്ങനെ ഇതൊക്കെ ഇട്ടുകൊണ്ട് ചെയ്യും. അപ്പം നിങ്ങളെല്ലാം ഡൗട്ടി മുണ്ടെടുത്തോണ്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ എന്നായിരിക്കും. ഒരു പ്രശ്നമില്ല, മുണ്ടെടുത്തോണ്ട് സൂപ്പറായിട്ട് ചെയ്യാം. കാര്യം ഈ മുണ്ട് കൊടുത്തുകൊണ്ടാണ് 6-7 അടിയൊക്കെ ചാടുന്നത്. ആരാ? നമ്മുടെ കളരി ആശാന്മാരും പഠിക്കുന്ന സ്റ്റുഡൻസൊക്കെ. അപ്പോൾ ഈ ഒരു ചെറിയ സ്ഥലത്ത് നിന്ന് 2 പുഷപ്പ് കാര്യങ്ങളൊക്കെ എടുക്കാൻ ഇത് വളരെ വളരെ ധാരാളമാണ്, ഒരു പ്രശ്നമില്ല. ഈ നട്ട പാതിരാത്രിക്കാണ് അതിന് വിഷു എന്നത് എന്ന് പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ വിഷു അങ്ങനെ തീർന്നു പോയിട്ടൊന്നുമില്ല കേട്ടോ. ഇന്ന് രാത്രി 12:59 വരെ വിഷു തന്നെ. പിന്നെ രാവിലെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒരു വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബും എല്ലാം ഒരു വിഷു ഭയം അല്ലെങ്കിൽ വിഷുവിൻ്റെ പൂരപ്പറമ്പായിരിക്കുമെന്ന് എനിക്കറിയാം. അതിനിടയ്ക്ക് എൻ്റെ വീഡിയോ മുങ്ങിപ്പോവും. അങ്ങനെ മുങ്ങിപ്പോകാതിരിക്കാനും കൂടി വേണ്ടിയാണ് ഞാൻ ഈ 8 മണി ടൈമിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ വിഷു സ്പെഷ്യൽ എപ്പിസോഡായ ചെസ് വർക്കൗട്ടിൻ്റെ വീഡിയോയിലേക്ക് കടക്കാം. ഈ മേക്ക് ഓവർ കണ്ടിട്ട് ആരും ചിരിക്കുകയൊന്നും വേണ്ട. നമ്മുടെ കച്ചയൊന്നും കിട്ടിയില്ല, കച്ചവെട്ടാനായിട്ട്. അതുകൊണ്ട് ജസ്റ്റ് മടക്കി കുത്തി മാത്രം വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകല്ലേ. അപ്പോൾ ഇന്നത്തെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എക്സസൈസ് എന്ന് പറഞ്ഞത് ആർച്ചറി പുഷപ്പ് എന്ന് പറയും. ആർച്ചറി പുഷപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ആരും ഡയറക്റ്റായിട്ട് ഈ വീഡിയോ കണ്ടിട്ട് ഈ സെക്ഷൻ 2 സ്റ്റാർട്ട് ചെയ്യരുത്. എപ്പോഴും ചെസ്റ്റിൻ്റെ വർക്കൗട്ട് ഞാൻ സെക്ഷൻ 1 ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അത് നോക്കി ആ എക്സസൈസ് ചെയ്ത് ഫെമിലിയർ ആയവർ മാത്രം സെക്ഷൻ 2 കടക്കുക. അപ്പോൾ നമുക്ക് ആർച്ചറി എക്സസൈസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആർച്ചറി പുഷപ്പ് എടുക്കുന്നതിന് ആദ്യം കൈകൾ പുഷപ്പ് എടുക്കുന്നത് കുറച്ച് വൈഡ് ആംഗിളിൽ വെക്കുക. ഓക്കെ, വൈഡ് ആംഗിളിൽ വെക്കുക. ദെൻ പുഷപ്പ് എടുക്കുന്ന പൊസിഷനിലേക്ക് വരിക. ദെൻ ഏതെങ്കിലും ഒരാമിൻ്റെ കൈപ്പത്തികൾ ഈ സൈഡിലേക്ക് തിരിക്കുക. ദെൻ നമ്മൾ ആർച്ചറിക്കകത്ത് അമ്പ് ഇടാൻ വേണ്ടി അമ്പ് ചെയ്യത്തില്ലേ, അതേ ഒരു പൊസിഷനിലേക്ക് പോകാം. ലൈക്ക് ദിസ്. സി ദെൻ മെല്ലെ അപ്പ് ചെയ്യുക. ദെൻ ടു ഓപ്പോസിറ്റ് പൊസിഷൻ. മാക്സിമം ഡൗൺ ചെയ്യുക. ഓക്കെ, അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് ഇന്നർ ചെസ്റ്റ് പുഷപ്പ് എന്ന് പറയുന്നൊരു എക്സസൈസ് ആണ്. അപ്പോൾ ആ പുഷപ്പ് എടുക്കുന്നതിന് ആദ്യം ഇതുപോലെ റോക്ക് സെറ്റ് ചെയ്യുക. ദെൻ ആ റോക്കിൽ കയ്യിൽ വയ്ക്കുക. ഒരെണ്ണം നമ്മൾ നോർമൽ പുഷപ്പ് എടുക്കുന്ന രീതിയിൽ ആംഗിളിൽ വയ്ക്കുക. ദെൻ പുഷപ്പ് പൊസിഷനിൽ വരിക. ദെൻ ഈ കൈക്ക്, ഈ റോക്കിൽ കുത്തിവയ്ക്കുന്ന കൈക്ക് ഫുൾ പവർ കൊടുത്ത് ഡൗൺ ചെയ്യുക. ദെൻ ആ കൈക്ക് തന്നെ ഫുൾ പവർ കൊടുത്ത് അപ്പ് ചെയ്യുക. ഫുൾ സ്ട്രൈറ്റ് ഈ ഒരു പൊസിഷൻ വരണം. ഓക്കെ, നിങ്ങളുടെ ഹെഡ് റോക്കിൻ്റെ മുകളിലിരിക്കുന്ന ഷോൾഡറിനോട് ചേർന്നിരിക്കണം. ഡൗൺ, അപ്പ്, ഡൗൺ, അപ്പ്, ഡൗൺ, അടുത്തത് ഡിപ്പ് പുഷപ്പ് എന്ന് പറയുന്ന ഒരു എക്സസൈസ് ആണ്. ഇത് നമ്മുടെ പെഹൽവാൻ പുഷപ്പ് ഇല്ലേ,
അതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് വരും. അതിനായി ആദ്യം ഹൈറ്റ് ഉള്ള 2 റോക്ക് വയ്ക്കുക. കുറച്ചുകൂടി നേരത്തെ എടുത്ത കണക്കുള്ള 2 ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ദെൻ നിങ്ങളുടെ കൈകൾ നോർമൽ പുഷപ്പ് എടുക്കുന്ന രീതിയിൽ പൊസിഷൻ ചെയ്യുക. ദെൻ ബോഡിയും പുഷപ്പ് പൊസിഷനിലേക്ക് പോവുക. കാലുകൾ തറയിലേക്ക് ചേർത്ത് വയ്ക്കുക. ഈ കാണുന്ന രീതി നമ്മൾ നീ പുഷപ്പ് എടുക്കുന്നത് പോലെ കാലുകൾ തറയിൽ ചേർത്ത് വയ്ക്കുക. ദെൻ ഡൗൺ ചെയ്യുക, അപ്പ് ചെയ്യുക, ഡൗൺ ചെയ്യുക, അപ്പ് ചെയ്യുക, ഡൗൺ, അപ്പ്. ഈ പുഷപ്പ് കുറച്ച് ഫെമിലിയർ ആകുമ്പോൾ തോന്നുന്നത് വെയിറ്റ് നമുക്കിത് എടുത്ത് പ്രാക്ടീസ് ചെയ്യാനുള്ളത്. ഓക്കെ, അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് എക്സ്പ്ലോസീവ് നെക്ക് പുഷപ്പ് എന്ന് പറയുന്നൊരു പുഷപ്പാണ്. അപ്പോൾ ഇതൊക്കെ ആ ബാഗ് ഉണ്ടല്ലോ, അതുപോലെ ബാഗിൽ വെയിറ്റ് ഇട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ ഒരിക്കലും ബിഗിനേഴ്സ് ആരും ട്രൈ ചെയ്യരുത്. നോർമലി ഈ പുഷപ്പ് എല്ലായിടത്തും നല്ല ഫെമിലിയർ ആയിട്ട് മാത്രമേ ബാഗ് ഞാൻ പ്രിഫർ ചെയ്യൂ. അതുപോലെ തന്നെ ഈ ടൈറ്റ് ഷർട്ടും അതും ആരും എടുത്ത് ചെയ്യരുത്. ഞാനിപ്പോൾ ഇങ്ങനെ ഒക്കേഷൻ ആയതുകൊണ്ട് മാത്രം ചെയ്തതാണ്. ടൈറ്റ് ഷർട്ട് ഇട്ട് ചെയ്യരുത്. കൈലി മുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് എക്സ്പ്ലോസീവ് നെക്ക് പുഷപ്പ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. എക്സ്പ്ലോസീവ് നെക്ക് പുഷപ്പ് എടുക്കുന്നതിന് ആദ്യം നോർമൽ പുഷപ്പിൻ്റെ പൊസിഷനിലേക്ക് വരിക. ദെൻ നോർമൽ പുഷപ്പ് എടുക്കുന്നതിനൊക്കെ തന്നെ പയ്യെ ഡൗൺവേർഡ് വരിക. ദെൻ അപ്വേർഡ് പോയി പുഷ് ചെയ്ത് പൊങ്ങുക. സി ജസ്റ്റ് ഒന്ന് പൊങ്ങിയാൽ മതി. ഡൗൺവേർഡ് വരിക, അപ്വേർഡ് പോയി പൊങ്ങുക. സി ഡൗൺവേർഡ് വരിക, അപ്വേർഡ് പോയി പൊങ്ങുക. അടുത്ത പുഷപ്പ് എന്ന് പറയുന്നത് പൈക്ക് പുഷപ്പാണ്. പൈക്ക് പുഷപ്പ് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഹൈറ്റിൽ കാല് വെച്ചിട്ട് ഡൗൺവേർഡ് എടുക്കുന്ന പുഷപ്പാണ് പൈക്ക് പുഷപ്പ്. ഇതെങ്ങനെ എടുക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, പൈക്ക് പുഷപ്പ് എടുക്കുന്നതിന് ആദ്യം നിങ്ങളുടെ കാലുകൾ ഹൈറ്റിൽ പ്ലേസ് ചെയ്യുക. ഒരു സ്റ്റൂളോ കസേരയാണോ ബെറ്റർ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ചെയ്യരുത്, മാക്സിമം റിസ്ക് ആണ്. അതുകൊണ്ട് നിങ്ങൾ കസേര അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ കാലുകൾ മുകളിൽ കൊണ്ട് വയ്ക്കുക. ദെൻ ഈ റാങ്കിൾ വരിക. ഓക്കെ, മാല കണ്ടിട്ട് ഞാനൊരു മതസൗഹാർദ്ദകനാണ് കേട്ടോ. അതുകൊണ്ട് ആരും വേറൊന്നും കരുതണ്ട. വിഷുവിന് താണ്ടെ കൊന്തയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നവന് വട്ടാണോ എന്നൊന്നും ആരും വിചാരിക്കരുത്. ഓക്കെ, ദെൻ ഡൗൺവേർഡ് വരിക, അപ്വേർഡ്, ഡൗൺവേർഡ്, അപ്വേർഡ്, ഡൗൺവേർഡ്, അപ്വേർഡ്. നിങ്ങൾ ഫെമിലിയർ ആവുന്നതനുസരിച്ച് ഇത് കൂടുതൽ ആഴ്ചയിലേക്ക് കൊണ്ടുവരും. ഈ സെക്ഷനിലെ ലാസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ഹോൾഡ് എന്ന് പറയുന്നൊരു എക്സസൈസ് ആണ്. അപ്പോൾ ഇത് ബിഗിനേഴ്സിന് ആർക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. നിങ്ങൾ വിഷമിക്കേണ്ട. ഈ ചെയ്യുന്ന രീതിയിൽ ട്രൈ ചെയ്തിരിക്കുക. അവസാനം നിങ്ങൾക്ക് 90 ഡിഗ്രി ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ പുഷപ്പ് എടുക്കുന്നതിന് ആദ്യം സാധാരണ നമ്മൾ പുഷപ്പ് പൊസിഷൻ ചെസ്റ്റിന് നേർക്കാണ് കൊണ്ടുവരുന്നത്. ഇത് നേരെ കൈകൾ റിട്ടേൺ വെച്ച് റിവേഴ്സ് പൊസിഷനിൽ കൈകൾ വെച്ച് ചെസ്റ്റിന് കുറേ കൂടി താഴേക്ക് കൈകൾ പൊസിഷൻ ചെയ്യുക. ദെൻ പുഷപ്പ് എടുക്കുന്ന ഒരു ആംഗിളിലേക്ക് വരിക. മാക്സിമം ബാക്കിലോട്ട് വെച്ചതിന് ശേഷം നിങ്ങൾ 90 ഡിഗ്രി ഹോൾഡ് ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് ഫസ്റ്റ് ടൈം വന്നപ്പോൾ 90 ഡിഗ്രി ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെസ്റ്റിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടിനായിട്ട് പുഷപ്പ് എടുക്കുക. 90 ഡിഗ്രി പൊസിഷനിൽ നിന്നുകൊണ്ടുള്ള പുഷപ്പ് എടുക്കുക. ലൈക്ക് ദിസ്. അപ്പ്, ഡൗൺ, ഫോൾ, അപ്പ്, ഡൗൺ, ഫോൾ, then up, down, fall, then up, down, fall, then up. ഞാൻ പണ്ട് തൊട്ട് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ വിഷുവിന് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വർഷം മുഴുവൻ നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കാര്യം കൂടി കിടക്കുന്നതിനാണ് ഞാൻ ഇന്ന്
ഇന്നൊരു എപ്പിസോഡ് തന്നെ ചെയ്തത്. അപ്പോൾ ഇതുവരെ എക്സസൈസ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാത്തവർ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഈ വീഡിയോ കണ്ട ശേഷം ഉടനെ ഒരു 10 പുഷപ്പെടുത്തങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. ഒന്നും നോക്കണ്ട, ഈ വർഷം ഫുള്ള് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വിഷു സ്പെഷ്യൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.